നമസ്കാരം. ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. മിക്ക കുട്ടികളിലും കേട്ടുവരുന്ന പരാതിയാണ് ശരിയായി മലം പോകുന്നില്ല എന്നത്. കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന കുട്ടികളിൽ വരെ ഈ അവസ്ഥയുണ്ട്. അധികവും പ്രശ്നമുള്ളതല്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഇത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഈ വിഷയമാണിന്ന് ഡോക്ടർ ക്യൂവിൽ. തിരുവനന്തപുരം SUT ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജൻ ഡോക്ടർ വരുൺ ശബരിയാണ് സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. നമസ്കാരം ഡോക്ടർ, ഒട്ടുമിക്ക കുട്ടികളും ഈ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്, മലബന്ധം. എന്താണ് ഇതിന് കാരണം? അതെ, ഒട്ടുമിക്ക കുട്ടികളിലും ഈ ഒരു പ്രശ്നം നമ്മൾ കണ്ടുവരുന്നതാണ്. ഏകദേശം ഒരു 30% കുട്ടികൾ നമ്മൾ ഇതാണ് ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ. അതായത് പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കോൺസ്റ്റിപ്പേഷനാണ് ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. അതാണ് 95% കുട്ടികളിൽ കാണുന്നത്. 5% കുട്ടികളിൽ ഓർഗാനിക് കോൺസ്റ്റിപ്പേഷൻ, അതായത് എന്തെങ്കിലും കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതിനാണ് ഓർഗാനിക് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷന് ഒന്നും ഒരു കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്തതിനാണ് ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. ഓർഗാനിക് കോൺസ്റ്റിപ്പേഷൻസിന് പലതരം കാരണങ്ങളുണ്ട്. അതായത് ഈ ജന്മന ഉണ്ടാവുന്ന അസുഖങ്ങൾ, അതായത് ഒന്ന് ഈ സർജിക്കലി കാണുന്ന അസുഖമാണ് ഹിർഷ്സ്പ്രങ്സ് ഡിസീസ്. അതായത് ഈ കുടലിലെ ഞരമ്പ് വളർച്ചയ്ക്ക് വരുന്ന വ്യതിയാനം കൊണ്ടാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. കുടലില് ഞരമ്പ് വളർച്ച ഉണ്ടാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രേഷൻ മൂലമാണ്. അതായത് ഞരമ്പ് വളർച്ച ആദ്യം ആമാശയത്തിൽ വരും, പിന്നെ ചെറുകുടല്, പിന്നെ വൻകുടല്, പിന്നെ ലോവർ ഫേസ് വരെ എത്തും. അപ്പൊ അതിന് ആ മൈഗ്രേഷൻ എവിടെയെങ്കിലും അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് താഴോട്ടുള്ള ഭാഗത്തോട്ട് ഞരമ്പ് വളർച്ച ഉണ്ടാകുകയില്ല. അപ്പൊ അവിടെ വെച്ച് കുടലിന് തടസ്സം സംഭവിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ ജനിച്ച ഉടനെ കുട്ടികൾ 48 മണിക്കൂറിനുള്ളിൽ അതായത് മഷി അഥവാ മെക്കോണിയം എന്ന് പറയും, അത് പാസ് ചെയ്തിരിക്കണം. പക്ഷെ ഈ ഹിർഷ്സ്പ്രങ്സ് ഡിസീസ് ഉള്ള കുട്ടികളിൽ ഈ 48 മണിക്കൂർ ആയാലും ഈ കുട്ടികൾ മഷി അതായത് മെക്കോണിയം പാസ് ചെയ്യില്ല. അതോടനുബന്ധിച്ച് വയറ് വീർക്കവും അബ്ഡോമിനൽ ഡിസ്റ്റൻഷനും വോമിറ്റിംഗ്, അതായത് പച്ച കളറിലോ മഞ്ഞ കളറിലോ ഛർദ്ദിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതാണ് ഓർഗാനിക് കോൺസ്റ്റിപ്പേഷന്റെ ഒരു കാരണം. പിന്നെ അതുകൂടാതെ ഏനോറെക്ടൽ മാൽഫോർമേഷൻ, അതായത് മലദ്വാരം ഉണ്ടാവുന്നതിന് എന്തെങ്കിലും വ്യതിയാനം സംഭവിക്കുക, അതായത് മലദ്വാരത്തിന്റെ സ്ഥാനം മാറിയിരിക്കുക, അതിന് ചുരുക്കം സംഭവിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഓർഗാനിക് കോൺസ്റ്റിപ്പേഷൻ വരാം. അല്ലാതെ അതിന് വരുന്ന കാരണങ്ങളാണ് മെറ്റബോളിക് കോസസ്, അതായത് ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡ് ഹോർമോണിന്റെ അളവ് കുറയുക, അല്ലെങ്കിൽ ലവണങ്ങളുടെ വ്യത്യാസം വരിക, അതായത് ഹൈപ്പോകലീമിയ, പൊട്ടാസ്യത്തിന്റെ അളവ് കുറയുക, കാൽഷ്യത്തിന്റെ അളവ് കൂടുക, അതായത് പിന്നെ വേറെ ന്യൂറോളജിക്കൽ ഡിസീസസ്, അതായത് കുട്ടികളിൽ കാണുന്ന മെന്റൽ റിട്ടാർഡേഷൻ ഉള്ള കുട്ടികളിൽ, ഡെവലപ്മെന്റ് ഡിലേ ഉള്ള കുട്ടികളിൽ എല്ലാം ഇങ്ങനെ ഓർഗാനിക് കോൺസ്റ്റിപ്പേഷൻ കണ്ടുവരാറുണ്ട്. പിന്നെ ചില മെഡിക്കേഷൻസ് എടുക്കുന്ന കുട്ടികളിൽ, അതായത് ഈ ജന്നി രോഗത്തിന് മെഡിക്കേഷൻ എടുക്കുന്ന ആന്റി കൺവൾസൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കുട്ടികളിൽ, കുടലിലെ അനക്കം കുറയ്ക്കുന്ന തരം മെഡിസിൻസ്, അതായത് ആന്റി കോളിനർജിക് ഡ്രഗ്സ്, അതെടുക്കുന്ന കുട്ടികളിലും ഈ ഓർഗാനിക് കോൺസ്റ്റിപ്പേഷൻ കണ്ടുവരാറുണ്ട്. ശരി. ഈ പലപ്പോഴും ചെറിയ കുട്ടികളെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ മലബന്ധം അനുഭവപ്പെട്ട് കൊണ്ടു ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് പറയാറുണ്ട് 3 ദിവസം വരെ അവർ പോയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ 4ാമത്തെ ദിവസമാകുമ്പോൾ നമ്മൾ സപ്പോസിറ്ററി വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന്. ഇതെന്താണ് കാരണം? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ കുഞ്ഞ് ജനിച്ച ഉടനെ ഇപ്പം അമ്മയുടെ മുലപ്പാല് മാത്രം കുടിക്കുന്ന ഒരു കുട്ടി ഏകദേശം 7 മുതൽ 10 വരെ പ്രാവശ്യം മോഷൻ പോകുന്നതെല്ലാം നോർമലാണ്. അല്ലെങ്കിൽ ചിലപ്പം അവർ മോഷൻ പോവാതെ തന്നെ ഇരിക്കാം, ഒരാഴ്ചത്തോളം പോവാതിരുന്നാലും അതിൽ പേടിക്കേണ്ട കാര്യമില്ല. അതായത് കുഞ്ഞ് സോഫ്റ്റ് ആയിട്ടുള്ള മോഷൻ ഒരു സ്ട്രെയിനിങ്ങും കൂടാതെ 7 ദിവസത്തിൽ ഒരിക്കൽ പാസ് ചെയ്താലും അത് പേടിക്കത്തക്ക ഒരു കാരണമല്ല. നമ്മൾ എപ്പോഴാണ് കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലം പോവാതിരിക്കുകയും അതോടനുബന്ധിച്ച് അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, അതായത് അതികഠിനമായ വയറ് വീക്കം വരിക, മഞ്ഞ നിറത്തിൽ ബിലിയസ് വോമിറ്റിംഗ്, മഞ്ഞ നിറത്തിൽ ഛർദ്ദിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ആശുപത്രിയിൽ കൊണ്ടുവരേണ്ടതാണ്.
ശരി. അപ്പോൾ ഈ സപ്പോസിറ്ററികൾ വെക്കുമ്പോൾ അത് എത്രത്തോളം ഗുണകരമാണ്? അത് കുട്ടികൾക്ക് ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ദോഷം ചെയ്യുമോ? ഇല്ല, നമ്മൾ സാധാരണ ന്യൂബോൺ ആയിട്ടുള്ള ബേബീസിന് ഇങ്ങനെ മോഷൻ പാസ് ചെയ്യാതിരിക്കുന്ന എന്തെങ്കിലും ഡിഫിക്കൽട്ടി വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്ലിസറിൻ സപ്പോസിറ്ററികളാണ്. അതിനൊരു സൈഡ് എഫക്റ്റും ഉള്ള ഒരു മരുന്നല്ല ഗ്ലിസറിൻ സപ്പോസിറ്ററികൾ. പിന്നെ നമ്മൾ ഈ കണ്ടുവരുന്നത് ഈ അമ്മമാര്, അതായത് ഡെലിവറി കഴിഞ്ഞ ഉടനെ ഈ ആയുർവേദ മരുന്നുകൾ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് പ്രസവ ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട് ആയുർവേദ മരുന്നുകൾ. ഈ ആയുർവേദ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് മലബന്ധവും കുഞ്ഞുങ്ങളുടെ അബ്ഡോമിനൽ ഡിസ്റ്റൻസ്, അത് വയറ് വീക്കവും ദഹനക്കുറവും എല്ലാം കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആയുർവേദ മരുന്നുകൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. ശരി. ഇപ്പോൾ പലപ്പോഴും കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ മലബന്ധം അനുഭവപ്പെടുമ്പോൾ പല വീട്ടിലുള്ളവരും സോപ്പിൻ്റെ ചെറിയ കഷ്ണങ്ങൾ കയറ്റുക, അല്ലെങ്കിൽ ചെറിയ നാരുകൾ ഇടുക, അപ്പോൾ കുട്ടിക്ക് നന്നായി വയറ്റിന്ന് പോകും എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവുക. ഇത് എത്രത്തോളം ദോഷകരമാണ് കുഞ്ഞിനെ സംബന്ധിച്ച്? അങ്ങനെ വീട്ടിൽ വെച്ച് ഒരു ചികിത്സയും നമ്മൾ ചെയ്യാൻ പാടുള്ളതല്ല. സോപ്പോ അങ്ങനെ ഒന്നും മലദ്വാരത്തിൽ കുത്തി കയറ്റാൻ പാടുള്ളതല്ല. പിന്നെ അത് അവിടെ ഇരുന്ന് വേറെ വീണ്ടും മലബന്ധം കൂട്ടത്തേ ഉള്ളൂ. അല്ലാതെ അതൊരിക്കലും ഒരു ട്രീറ്റ്മെന്റ്, റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് അല്ല. ഡോക്ടർ, ഇപ്പൊ നമുക്കൊരു കോളർ ഉണ്ട്. മൂവാറ്റുപുഴയിൽ നിന്ന് ബീനയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. സാർ, എന്റെ പേര് ബീന എന്നാണ്. ഞാൻ വിളിക്കുന്ന മൂവാറ്റുപുഴന്നാണ്. എന്റെ കൊച്ചിന് 3.5 വയസ്സായി. പക്ഷെ പുള്ളിക്കാരിയുടെ വയറ്റിൽ നിന്ന് എല്ലാ ദിവസവും പോകുന്നില്ല. ഞങ്ങൾ കൊണ്ടുപോകാത്ത ആശുപത്രി ഒന്നും ഇല്ല. ഈ കട്ടിയായിട്ടാ പോകുന്നത്, അതും ഭയങ്കര സ്മെല്ല്. അത് ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ. അപ്പൊ പിന്നെ ഞങ്ങൾ ഈ കൊച്ചിന്റെ കരച്ചിൽ കാരണം കൊണ്ട് ഈ ഗുളിക ഉണ്ടല്ലോ, ഡോക്ടറെ പോയി കണ്ടപ്പോ, ഇവിടെ മറ്റു സാറിനെ പോയി കണ്ടപ്പോ ഒരു ഗുളിക തന്നു. അപ്പൊ ഗുളിക ഉള്ളിൽ വെച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ വയറ്റിൽ നിന്ന് കളയുന്നത്. പിന്നെ ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി അരിയാഹാരം കുറച്ചാണ് കഴിക്കുന്നത്. രാവിലെ ഈ മറ്റേ ഈ ആരോറൂട്ടിന്റെ ബിസ്ക്കറ്റും ചായ കഴിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത് എത്രാമത്തെ വയസ്സിലാണ് തുടങ്ങിയത് മലബന്ധം? ഇതിപ്പോ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു 1.5 വർഷമൊക്കെ ആയി. അപ്പം കുഞ്ഞ് കൂടുതലായിട്ട് ഈ ബേക്കറി പ്രോസസ്ഡ് അങ്ങനത്തെ ആഹാരമാണോ കൂടുതൽ കഴിക്കുന്നത്? ഞാൻ ഈ ജോലിക്ക് പോകുന്നതുകൊണ്ട് അച്ഛയുടെ അടുത്താണ് കൊച്ചിരിക്കുന്നത്. അപ്പൊ ഈ കപ്പ് കേക്ക് കൊടുക്കും, പിന്നെ ഈ ചോക്കോസ്. അതെ, അതെല്ലാം അവോയ്ഡ് ചെയ്യണം നമ്മൾ കേട്ടോ. ഇപ്പൊ ഡയറ്റിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അതായത് കൂടുതൽ വെള്ളം കൊടുക്കുക. ഈ ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡുകൾ, അതായത് വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതായത് ക്യാബേജ്, ക്യാരറ്റ്, കോളിഫ്ലവർ, ഫ്രൂട്ട്സ്, അതായത് ആപ്പിള് തൊലിയോട് കൂടിയുള്ള ആപ്പിള്, ഗ്രേപ്സ്, പിയർ, അങ്ങനത്തെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതൽ ഉൾപ്പെടുത്തുക. അതിനുശേഷം ഒരു ഡോക്ടറെ കാണിച്ച് മലശോധനം ശരിയാവാൻ വേണ്ടിയിട്ട് ലാക്സേറ്റീവ്, അതായത് മരുന്നും ഈ കുട്ടിക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ. ശരി. പാലക്കാട് നിന്ന് ഉപന്യ എന്നൊരു കോളർ കൂടിയുണ്ട്. സംശയം ഡോക്ടറോട് ചോദിച്ചോളൂ. ആ കോൾ കട്ടാണെന്ന് തോന്നുന്നു. ഡോക്ടർ, മറ്റൊരു ചോദ്യം, എന്താണ് ഈ ഹാബിച്വൽ കോൺസ്റ്റിപ്പേഷൻ? ഹാബിച്വൽ കോൺസ്റ്റിപ്പേഷൻ ഇത് തന്നെയാണ് നമ്മളെ ഈ ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷന്റെ വേറെ പേരാണ് ഹാബിച്വൽ കോൺസ്റ്റിപ്പേഷൻ. അതായത് നമ്മൾ ഇത് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ, അതായത് കുഞ്ഞിന്റെ ഡയറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരിക, വെള്ളം കൂടി കുറവാകുക, ആക്ടിവിറ്റി കുറവാകുക, എന്തെങ്കിലും അസുഖം വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാവലിന് പോകുമ്പം ബാത്റൂമിൽ പോകാനായിട്ടുള്ള സംവിധാനം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളിൽ പെട്ടെന്ന് ധൃതിപ്പെട്ട സ്കൂളിൽ പോവുക, അങ്ങനെ മലശോധന ശരിയാകാതിരിക്കുക. അപ്പൊ അങ്ങനെയുള്ളവരിൽ കട്ടിയായിട്ടുള്ള മലം വന്നിട്ട് അത് പോകുമ്പോൾ കുട്ടികളിൽ വേദന ഉണ്ടാക്കും. അപ്പൊ ഈ വേദന കാരണം കുട്ടികൾ എന്ത് ചെയ്യും? മലം പിടിച്ചു വെക്കാൻ നോക്കും. അപ്പൊ ഇങ്ങനെ മലശോധനക്കുള്ള സെൻസേഷൻ വരുമ്പോൾ അവർ മനഃപൂർവ്വം പിടിച്ചു വെക്കും. പിടിച്ചു വെക്കുമ്പോൾ
ഈ മലം അവിടെ ഇരുന്ന് വീണ്ടും കട്ടി പിടിക്കും. അതായത് കുടലിൽ നിന്ന് വെള്ളം ശരീരത്തിലേക്ക് വലിച്ചെടുക്കും. അത് വീണ്ടും വീണ്ടും കട്ടിയായി ആ ഭാഗത്തുള്ള കുടല് വീർക്കാൻ തുടങ്ങും. അങ്ങനെ ആ കുടലിലുള്ള സെൻസേഷൻ നഷ്ടപ്പെടും. അതായത് മലശോധനം ആ ഒരു സെൻസേഷൻ കുട്ടികൾക്ക് നഷ്ടപ്പെടും അവസാനം. അങ്ങനെ മലം അവിടെ ഇരുന്ന് കട്ടിയായി പിന്നെ പതുക്കെ അതിന്റെ സൈഡിൽ കൂടെ കുട്ടികൾ അറിയാണ്ട് തന്നെ അത് ഒലിച്ച് ഡ്രസ്സിലൊക്കെ പറ്റാൻ തുടങ്ങും. പക്ഷെ അത് പാരന്റ്സ് അത് തെറ്റിദ്ധരിക്കും, അത് ലൂസ് മോഷൻ ആണ്, അത് അവർ മനഃപൂർവ്വം കാണിക്കുന്നതാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കും. പക്ഷെ ഇങ്ങനെയാണ് ശരിക്കും സംഭവിക്കുന്നത്. ശരി ശരി. ഈ ഹാബിച്വൽ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ ഒരു അവസ്ഥയുള്ളവർക്ക് എത്ര നാൾ മരുന്ന് കഴിക്കേണ്ടി വരും? അതുപോലെ കുട്ടികളാവുമ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള മരുന്നാണ് അതിന് നൽകുക? അതെ, അപ്പൊ അതൊരു തെറ്റിദ്ധാരണയാണ്. ഇപ്പൊ ഒരു അസുഖം വന്ന് നമ്മളിപ്പം ഒരു പനി വന്നു, ഒരാഴ്ച മരുന്ന് കഴിച്ചാൽ അതങ്ങ് മാറും. പക്ഷെ ഇത് അങ്ങനെ ഒരു അസുഖമല്ല. നമ്മള് ലോങ് ടേം ഡോക്ടറിന്റെ മോണിറ്ററിംഗിലും ലോങ് ടേം ഫോളോ അപ്പും വേണ്ട ഒരു അസുഖമാണ് ഈ ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ. ഏകദേശം ഒരു 6 മാസം മുതൽ 1 വർഷം വരെയും മരുന്ന് കഴിച്ചാൽ മാത്രമേ ഇതിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവൂ. കാരണം ഈ വീക്കം ഉണ്ടായ കുടല് പതിയേനെ അതിന്റെ വീക്കം കുറഞ്ഞ് അതിന്റെ സെൻസേഷൻ തിരിച്ചു വരണം. അങ്ങനെ കുടലിനൊരു അതായത് കുടലിന് ആ സെൻസേഷൻ തിരിച്ചു വരുന്നത് വരെ നമ്മൾ ഈ മരുന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് പതിയേനെ കുഞ്ഞിന്റെ മലശോധനം എല്ലാം ശരിയായതിനു ശേഷം പതിയേനെ ട്രേപ്പർ ചെയ്ത് മാത്രമേ നിർത്താൻ പാടുള്ളൂ. അല്ലാതെ ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും റിക്കറൻസ് വരും. പിന്നെ നമ്മൾ ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതാണ് ഇതിലുള്ള കുഴപ്പം. പിന്നെ ഈ അതായത് നമ്മൾ ഈ കൊടുക്കുന്നത് ഓസ്മോട്ടിക് ലാക്സേറ്റീവ് എന്ന് പറയുന്ന മരുന്നാണ്. അതായത് ലാക്ലോസോ അതോ പോളിഇഥൈൽ ഗ്ലൈക്കോൾ. അതായത് ഇതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഇത് വെള്ളം വലിച്ചെടുക്കും കുടലിനകത്തേക്ക്. അപ്പൊ അതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും കുഞ്ഞിനുണ്ടാകുന്നില്ല. ഇത്രയും നാൾ അപ്പം പാരന്റ്സിനുള്ള ആദ്യം എന്ന് പറയുന്നത് ഇത്ര നാൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സൈഡ് എഫക്റ്റും ഇല്ല. നമുക്ക് ധൈര്യമായിട്ട് മരുന്ന് കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ അസുഖം മാറ്റാൻ കഴിയുകയുള്ളൂ. ശരി. ഇപ്പോൾ ശാസ്താംകോട്ടയിൽ നിന്ന് മറ്റൊരു കോളർ കൂടിയുണ്ട്, ഗീതു. ഡോക്ടറോട് സംസാരിച്ചോളൂ ഗീതു. ഹലോ സാർ, ഞാൻ ഗീതു. പറഞ്ഞോളൂ ഗീതു. എന്റെ മകന് 2 വയസ്സുണ്ട്. പക്ഷെ സ്ഥിരം ഒരു ദിവസം ഒരു 2-3 മോഷൻ പോകാറുണ്ട്. ഒരു ദിവസം ഒരു 3-4 തവണയൊക്കെ മോഷൻ പോകാറുണ്ട്. പോകുന്നത് ആദ്യം ഫസ്റ്റ് ആയിട്ട് പോകുമ്പോ നല്ല കട്ടിക്കാണ്, പിന്നീട് ആ ലൂസ് ആകുന്നേ. പിന്നീട് ലൂസായി പോകും. ആദ്യം വരുന്ന കട്ട കണക്കാണ് വരുന്നത്. ആഹാരം ചെല്ലുന്ന ടൈമിലും അപ്പോൾ തന്നെ പോകും. ചിലപ്പോൾ അല്ലാതെ പോകാറുണ്ട്. മോശം പോയി കുറച്ച് കട്ടയിൽ പോകുമ്പോ ബ്ലഡ് കാണാറുണ്ട്. അതെ, അത് മോഷൻ പോകുന്നതിന്റെ കൂടെ ബ്ലഡ് കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കട്ടി മോഷൻ പോകുമ്പോഴേ മലദ്വാരം വിണ്ട് കീറും. വിണ്ട് കീറിയിട്ട് അങ്ങനെയാണ് പോകുന്ന മലത്തിൽ ബ്ലഡ് വരുന്നത്. അവന് വിണ്ട് കീറി കഴിയുമ്പോ അവന് പിന്നെ മോഷൻ പോകുമ്പോ അവനെന്താ വേദന വരും, വലിയ തോതിൽ വേദന വരും. അപ്പൊ അവൻ എന്ത് ചെയ്യും? ആ വേദന വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ മലം പിടിച്ചു വെക്കാൻ ശ്രമിക്കും. മലം പോവാതിരിക്കാനുള്ള ശ്രമം നടത്തും. അപ്പൊ ഇതിനുള്ള ചികിത്സ എന്ന് പറയുന്നത് ഈ കട്ടിയുള്ള മലം നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഭക്ഷണ ക്രമീകരണം, അതായത് വെള്ളം കൂടുതൽ കുടിക്കുക, ഫൈബർ ഉള്ള ഡയറ്റ്, അതായത് പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുക, ഡോക്ടറെ കാണിച്ച് ഏതെങ്കിലും ഒരു ലാക്സേറ്റീവ്, അതായത് മലം അയഞ്ഞു പോകാനുള്ള മരുന്ന് എടുക്കുക. പിന്നെ ഈ മലദ്വാരം വിണ്ട് കീറിയത് കൊണ്ടാണ് ഈ ബ്ലഡ് വരുന്നത്. വിണ്ട് കീറിയത് ആ വേദന കുറയ്ക്കാൻ വേണ്ടി ലിഗ്നോക്കെയിൻ ജെല്ലി, അതായത് അവിടെ ഒരു ലോക്കൽ അനസ്തെറ്റിക്, അതവിടെ പുരട്ടേണ്ടി വരും. പിന്നെ അത് കൂടാതെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബേസിനില് കുറച്ച് വെള്ളം എടുത്തിട്ട് 10 മിനിറ്റ് രാവിലെയും വൈകിട്ടും അവനെ പറ്റുവാണെങ്കിൽ അതിനകത്ത് ഇരുത്തണം. എന്നാലുണ്ട് ആ മുറിവ് ഉണങ്ങിയാൽ മാത്രമേ മലശോധനം നേരെ പോകത്തുള്ളൂ. ശരി ഡോക്ടർ, ഈ കുട്ടികളിൽ തൈറോയ്ഡ് ഉള്ളവരിൽ മലബന്ധം കാണാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള പരിശോധനയും ചികിത്സയുമാണ് ഇവർക്ക് നൽകേണ്ടത്? അതെ, നമ്മളിപ്പം ഇങ്ങനെ ഈ ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ ഉള്ള കുട്ടികളിൽ നമ്മള് ഈ മരുന്ന് കൊടുത്തിട്ടും ട്രീറ്റ്മെന്റ് നേരെ, അതായത് മലശോധനം നേരെ ആകാതിരിക്കുമ്പോൾ നമ്മൾ മറ്റ് കാരണങ്ങൾ നോക്കണം. അതിലൊന്നാണ് ഈ തൈറോയ്ഡ് ഹോർമോൺ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ തൈറോയ്ഡ് T3, T4, TSH അതിന്റെ അളവുകൾ നോക്കും.
ശരിക്കും അതിൽ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ് കുറഞ്ഞിരിക്കുമ്പോഴാണ് മലബന്ധം ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ തൈറോക്സിൻ, അതായത് തൈറോയ്ഡ് ഹോർമോൺ പുറമെ ഗുളിക സപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മാത്രമേ അവരിലുള്ള മലബന്ധം മാറുകയുള്ളൂ. ശരി, ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ ക്യൂ തുടരും. കുട്ടികളിലെ മലബന്ധത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്യൂവിൽ. ഡോക്ടർ, പലപ്പോഴും നമ്മൾ ആദ്യം കുട്ടികൾക്ക് ഈ മലബന്ധം വരുമ്പോൾ ശ്രദ്ധിക്കാറില്ല. ചെറിയ ചെറിയ നിസ്സാരമായ കാരണങ്ങൾ കൊണ്ടാകാമെന്ന് കരുതും. പലപ്പോഴും ഓറഞ്ച് ജ്യൂസോ മുന്തിരി നീരോ ഒക്കെ കൊടുത്ത് ഇത് മാറ്റാമെന്ന് കരുതും. പക്ഷേ ഇത് പിന്നീട് വളരെ ഗുരുതരമാകുന്നൊരവസ്ഥ വരുമ്പോഴാണ് പോകുന്നത്. ഈ ഒരു അവസ്ഥ ഗുരുതരമാകുമ്പോൾ ഹെർണിയ പോലുള്ള സാഹചര്യത്തിലേക്ക് എത്താറുണ്ടോ? ഇതിനുള്ള ചികിത്സ എന്താണ്? അതല്ല, ഹെർണിയ മലബന്ധം കുട്ടികളിൽ കാണുന്ന ഹെർണിയയും തമ്മിൽ ബന്ധമില്ല. കുട്ടികളിൽ ഹെർണിയ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മന അതായത് ജന്മന ഈ പ്രോസസ് വെജനാലിസിസ്, അതായത് ഒരു കനാല് വയറ്റിൽ നിന്ന് കുട്ടികളെ സ്ക്രോട്ടം വരെ എത്തുന്ന ഒരു കനാല്, അത് പേറ്റന്റ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ അത് ഒബ്ലിറ്ററേറ്റഡ് ആയി പോകേണ്ടതാണ്. അത് പേറ്റന്റ് ആയി ഇരിക്കുമ്പോഴാണ് അതുവഴി കുടലിറങ്ങി കുട്ടികളിൽ ഹെർണിയ കണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ കുട്ടികളിൽ ഉള്ള ഹെർണിയ അത് താമസിക്കാതെ അത് ഓപ്പറേഷനിലൂടെ സർജറി ചെയ്ത് ഹെർണിയോട്ടമി ചെയ്ത് അത് ശരിയാക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈ വരുന്ന കുടല് ചിലപ്പോൾ തടസ്സപ്പെട്ട് അതിലോട്ട് ഉള്ള രക്തയോട്ടം നിലച്ചു പോവാം. അപ്പൊ അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് നയിക്കും. അതായത് ചിലപ്പോൾ കുടല് മുറിച്ചു മാറ്റേണ്ട ഒരു ഭാഗം, നശിച്ചുപോയ ഭാഗം മുറിച്ചു മാറ്റേണ്ട സ്ഥിതി വരെ ഉണ്ടാകാം. ശരി, ഈ മലബന്ധത്തിന് ഒരു തവണ മരുന്ന് കഴിച്ചു നിർത്തിയാൽ പിന്നീടും ഈ ഒരു അവസ്ഥ ഉണ്ടാകുമോ? പിന്നീട് ഈ ഒരു അവസ്ഥ ഉണ്ടാകാം. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ, അതായത് ഡയറ്റ് ശ്രദ്ധ ചെലുത്താതിരുന്നു കഴിഞ്ഞാൽ, അതായത് കൂടുതലും ഈ ഹൈ ഫാറ്റ് ഹൈ ഷുഗർ ഡയറ്റ്, അതായത് ബേക്കറി ഐറ്റംസ്, ചിപ്സ്, ലേസ്, ചീറ്റോസ്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, ഇതെല്ലാം വല്ലപ്പോഴും കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇത് തന്നെ ഭക്ഷണമാക്കി കഴിഞ്ഞാലാണ് ഇത് വീണ്ടും വരാം. വെള്ളം ധാരാളം കുടിക്കണം, ആക്ടിവിറ്റി ഉണ്ടാവണം. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം മൊബൈലും ടിവിയുടെ മുന്നിലാണല്ലോ, അപ്പൊ ആക്ടിവിറ്റി കുറവാണ്. പിന്നെ എപ്പോഴും ഒരു നല്ല ടോയ്ലറ്റ് പ്രാക്ടീസ് അവരിൽ വളർത്തിയെടുക്കണം. അതായത് ഈ ടോയ്ലറ്റ് ട്രെയിനിങ്ങിന്റെ ഐഡിയൽ പീരീഡ് എന്ന് പറഞ്ഞാൽ 2 തൊട്ട് 3 വയസ്സ് വരെയാണ്. അതിന് മുന്നേ നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. 2 തൊട്ട് 3 വയസ്സ് വരെയാണ് ഐഡിയൽ ടൈം പീരീഡ്. അപ്പോ അവരെ രാവിലെ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എന്ന് പറയുന്നത് നമ്മളെ വയറ്റിൽ എന്തെങ്കിലും ആമാശയത്തിൽ എന്തെങ്കിലും ചെല്ലുമ്പോഴേ ഗ്യാസ്ട്രോക്രോളിക് റിഫ്ലെക്സ്, അതായത് കുടലിൽ അനക്കം വന്നു തുടങ്ങുന്നത്. അപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ ബാത്റൂമിൽ കൊണ്ടുപോയി ഇരുത്തണം. ബാത്റൂമിലോ അല്ല പോട്ടിയിലോ എങ്ങനെയാന്ന് വെച്ചാൽ. ഇപ്പൊ യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിൽ കുഞ്ഞുങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ടോയ്ലറ്റ് സീറ്റ് വെക്കുക. ടോയ്ലറ്റ് സീറ്റ് വെക്കുന്നതിന്റെ കൂടെ അവർക്ക് കാല് താഴെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റൂൾ കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് എങ്കിലും ബാത്റൂമിൽ ഇരുത്തണം, രാവിലെയും വൈകിട്ട്. എന്നിട്ട് അത് അവരെ കൂടെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റൂൾ ബവൽ ഡയറി എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ന് മോഷൻ പാസ് ചെയ്തു, അപ്പൊ അതിലൊരു ടിക്ക് ഇടുക. ഇപ്പൊ ഇന്ന് മരുന്ന് കുടിച്ചോ അതിലൊരു ടിക്ക് ഇടുക. ഇല്ല ഇന്ന് മോഷൻ പാസ് ചെയ്തതിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു, അപ്പൊ അതിൽ മാർക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെ അവരെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവർ ചെയ്യുന്നതിന് അവര് എന്തെങ്കിലും ഒരു റിവാർഡ്, അതായത് എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സ്റ്റിക്കേഴ്സോ കളിപ്പാട്ടോ എന്തെങ്കിലും റിവാർഡായിട്ട് കൂടെ കൊടുക്കുക. അതാണ് ബിഹേവിയറൽ തെറാപ്പി. അതും ഒരു ചികിത്സയുടെ ഒരു ഭാഗമാണ് ഇതിന്റെ. ശരി, ഇപ്പൊ തൃശ്ശൂരിൽ നിന്നൊരു കോളർ കൂടിയുണ്ട്, രചന. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ. സാർ, അതെ, എന്റെ മോൾക്ക് 47 ദിവസമായിട്ടുള്ളൂ ജനിച്ചിട്ട്. പക്ഷെ ഇടയ്ക്കൊക്കെയാണ് മോശം പോണുള്ളൂ. 2 ദിവസം കൂടുമ്പോഴൊക്കെ പോണത്. 2 ദിവസം. അപ്പൊ അവിടെ വൈകുന്നേരം ആണെങ്കിൽ ഭയങ്കര വാശിയ, തല്ല് കൊണ്ട മാതിരിയാണ് കരയണത്. അപ്പൊ അതിന്റെ വല്ല പ്രോബ്ലം ആണോ? ഞാൻ അവസാന ഭാഗം കേട്ടില്ല, എന്താണ് പറഞ്ഞത്? അവളെ വൈകുന്നേരം ഒക്കെ നല്ല കരച്ചിലാണ്. കരച്ചില്? അതെ. അമ്മയുടെ പാല് മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ? അതെ, പാലൊക്കെ നന്നായി കുടിക്കാനുണ്ട്. പിന്നെ നല്ല വെയിറ്റും ഉണ്ട് അവള്. ഏതാ? നല്ല വെയിറ്റും ഉണ്ട്.
നല്ല വെയിറ്റ് ഉണ്ട്. ഛർദിലൊന്നും ഇല്ല. ഇല്ല, വൈകുന്നേരമൊക്കെ ഈ പാല് കുടിക്കുന്ന സമയത്ത് തട്ടി കളിച്ചിട്ട് ഭയങ്കര കരച്ചിലും കാണാണ്ട്. മോഷൻ പോകുന്നത് കട്ടിക്കൊന്നും അല്ലല്ലോ, ലൂസായിട്ട് തന്നെയല്ലേ പോകുന്നത്, സോഫ്റ്റ് ആയിട്ടുള്ള മോഷൻ അല്ലേ പോകുന്നത്. ചെറുതായിട്ട് നല്ല ചെറിയൊരു കട്ടിയിൽ തന്നെ പോണത്. അപ്പം അമ്മ വേറെ മരുന്നൊന്നും കഴിക്കുന്നില്ലല്ലോ, ആയുർവേദ മരുന്നൊന്നും? ഇല്ല, ഒന്നും കഴിച്ചു തുടങ്ങിയിട്ടില്ല. ഇല്ല, അമ്മ ആയുർവേദ മരുന്നൊന്നും കഴിക്കുന്നില്ലല്ലോ അല്ലേ? ഇല്ല, ഞാൻ സിസേറിയൻ ആയിരുന്നു, അത് കാരണം ഇപ്പൊ തുടങ്ങിയിട്ടില്ല, കഴിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പൊ കഴിക്കാൻ അങ്ങനെ ആയുർവേദ മരുന്നൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ അമ്മ ശ്രദ്ധിക്കേണ്ടത്, അമ്മ ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ. അമ്മ ധാരാളം വെള്ളം കുടിക്കുമ്പോ മുലപ്പാലിൽ വെള്ളത്തിന്റെ അംശം കൂടും. അങ്ങനെ കുട്ടികളിലും വെള്ളത്തിന്റെ അംശം ചെല്ലുമ്പോ ഈ ടൈറ്റ് ആവുന്ന മോഷൻ ലൂസായി പോകും. പിന്നെ ഈ 2 ദിവസത്തേക്ക് ഒരിക്കലേ പോകുന്നുള്ളത് ഒരു കുഴപ്പമായിട്ട് എടുക്കണ്ട. വേറെ സിംറ്റംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, അതായത് ഛർദില്, വയറ് വീക്കം അങ്ങനെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസത്തേക്ക് ഒരിക്കൽ പോകുന്നത് ഒരു പ്രശ്നമായിട്ട് എടുക്കണ്ട. ശരി ശരി ഡോക്ടർ. ഈ മുലയൂട്ടുന്ന അമ്മമാർ അവരുടെ ഭക്ഷണ രീതിയും ശ്രദ്ധിക്കേണ്ടതല്ലേ? കാരണം കുഞ്ഞിന് പാല് നൽകുമ്പോൾ അവർ അതനുസരിച്ചുള്ള ഭക്ഷണ രീതികൾ നടത്തേണ്ടതല്ലേ? അതെ 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 അവര് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം ധാരാളം കുടിക്കണം. പോഷകാഹാരങ്ങൾ കൂടുതലായിട്ട് അമ്മമാര് കഴിക്കണം. എന്നാലേ ആ ന്യൂട്രിയൻസ് പാല് വഴി കുട്ടികൾക്കും കിട്ടുകയുള്ളൂ. ശരി ശരി. ഈ ഗ്യാസിന്റെ പ്രശ്നമുണ്ടാകുന്ന കുട്ടികളിൽ ഈ മലബന്ധം വരാറുണ്ടോ? മലബന്ധം ഉണ്ടാവുന്ന കുട്ടികളിൽ ഗ്യാസിന്റെ പ്രശ്നം വരാറുണ്ട്. അല്ലാതെ സാധാരണ നമ്മൾ ഈ ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ, മുല കുടിപ്പിച്ച് കഴിയുമ്പോൾ കുട്ടികളുടെ ആമാശയത്തിൽ ഗ്യാസ് അവര് വലിച്ചു കുടിക്കുമ്പോൾ എയർ കൂടെ സക്ക് ചെയ്തെടുക്കും. അപ്പൊ ആമാശയത്തിൽ ഗ്യാസ് നിറയും. അതുകൊണ്ടാണ് കുട്ടികൾ മുലയൂട്ടി കഴിഞ്ഞിട്ട് അവരെ തോളിലിട്ട് പതിയേനെ ബർപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് പതിയേനെ പുറകിൽ തട്ടി കൊടുക്കണം. എന്നാലേ ഗ്യാസ് പുറത്തു പോവുകയുള്ളൂ. അല്ലെങ്കിൽ കുടിച്ച പാല് കുട്ടികൾ തികട്ടും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തോളിലിട്ട് നന്നായിട്ട് ബർപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ കോൺസ്റ്റിപ്പേഷൻ അനുബന്ധിച്ചോട്ടുള്ള ഗ്യാസിന്റെ പ്രോബ്ലം, അത് കോൺസ്റ്റിപ്പേഷൻ ചികിത്സിച്ച് കഴിയുമ്പോൾ അത് അതിന്റെ കൂട്ടത്തിൽ അതങ്ങ് മാറും. ശരി. കുട്ടികളിലെ മലബന്ധത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്യൂ ചർച്ച ചെയ്തത്. തിരുവനന്തപുരം SUT ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ഡോക്ടർ വരുൺ ശബരിയാണ് സംശയങ്ങൾക്ക് മറുപടി നൽകിയത്. വിശദമായി സംസാരിച്ചതിന് നന്ദി ഡോക്ടർ. താങ്ക് യു. ഡോക്ടർ ക്യൂ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.